ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡാറ്റാ സ്ട്രക്ചറിനകത്തെ ക്യൂ എന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, വീഡിയോ കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത്. ഓക്കെ, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കും ഈ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പം മറക്കാതെ ഒന്ന് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റാക്കിനെ കുറിച്ച് പറഞ്ഞല്ലേ. സ്റ്റാക്ക് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ലിഫോ ടൈപ്പാന്ന് പറഞ്ഞു. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെ, ലാസ്റ്റ് ഇൻപുട്ട് ചെയ്താണ് ഫസ്റ്റ് ഔട്ട്പുട്ട് ചെയ്യുന്നത്. അതായത് ഒരു ബോക്സ് ആണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ 3 എൻഡും ക്ലോസ്ഡ് ആണ്. ടോപ്പ് വഴി മാത്രമാണ് ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ ക്യൂ എന്ന കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം, നമ്മളൊരു ബില്ല് അടയ്ക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നു. ഓക്കെ, ഒരു ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ എന്താ വരുന്നത്? ആദ്യം വരുന്ന ആള് ഫസ്റ്റിൽ നിൽക്കും അല്ലെ, അടുത്ത വരുന്ന ആള് സെക്കൻഡ് നിൽക്കും, പിന്നെ വരുന്ന ആള് തേർഡ് നിൽക്കും. അങ്ങനെ ബാക്കിലോട്ടാണ് വരുന്നത്. പക്ഷേ ഫസ്റ്റ് ബില്ല് അടയ്ക്കുന്ന ആളാണ് ഫസ്റ്റ് പോകുന്നത് അല്ലെ. വരുന്നവര് ബാക്കിലോട്ട് നിൽക്കും. ഫസ്റ്റ് ബില്ല് അടയ്ക്കുന്നവര് ഫസ്റ്റ് നിന്ന് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. ബില്ല് അടച്ചു കഴിയുന്നവര് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് ഇവിടുത്തെ കൺസെപ്റ്റ് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം ഇതിന് 2 എൻഡ് ഉണ്ട്. മറ്റേതാണെങ്കിൽ ഒരു എൻഡ് മാത്രമേ ഓപ്പൺ ഉള്ളൂ സ്റ്റാക്കില്. ഇതങ്ങനെയല്ല, ഇതിന് 2 എൻഡ് ഉണ്ട്. ഫ്രണ്ട് എൻഡും റെയർ എൻഡും. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ഡാറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യൂലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് ഏത് വഴിയായിരിക്കും? റെയർ എൻഡ് വഴിയായിരിക്കും. ഓക്കെ, റെയർ എൻഡ് വഴി ബാക്കിലോട്ടല്ലേ വന്ന് നിൽക്കുന്നത്. അപ്പൊ റെയർ എൻഡ് വഴി നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യും, ഫ്രണ്ട് എൻഡ് വഴി ഡാറ്റ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും അല്ലെ. നമ്മളിപ്പോ ഒരു ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഇടയിൽ വന്നാൽ നമ്മൾ സമ്മതിക്കുമോ? കയറാൻ സമ്മതിക്കൂല അല്ലെ. അതുപോലെ തന്നെയാണ് അല്ലെ. അപ്പൊ ഇടയ്ക്ക് ഇൻസേർഷനോ ഡിലീഷനോ അവിടെ ഇല്ല. ഓക്കെ, അപ്പൊ ഫ്രണ്ട് വഴി ഡിലീഷൻ നടക്കും, ബാക്ക് വഴി എന്താണ് ഇൻസേർഷൻ നടക്കും. 2 എൻഡ് ഉണ്ട്. ഓക്കെ, അതായത് 2 ഓപ്പൺ ആയിട്ടുള്ള എൻഡാണ് ഇവിടെ ഉള്ളത്. ഇതാണ് എന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഈ എൻഡും ഓപ്പൺ ആണ്, ഈ എൻഡും ഓപ്പൺ ആണ്. ഇതെന്ന് പറയുന്നത് ഫ്രണ്ടും, ഇതെന്ന് പറയുന്നത് റെയറും. ഓക്കെ, ഫസ്റ്റ് വരുന്ന ആള് ഇവിടെ വന്നു. ഇപ്പൊ 13, ഞാനിപ്പോ 10 എന്ന് പറയുന്ന ഒരു നമ്പറാണ് ഫസ്റ്റിൽ കൊടുത്തതെങ്കിൽ എന്താണ് ഇത്? നമ്മൾ അറേ കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ അറേയിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് എന്ത് കൊടുക്കും? 10 എന്ന് പറയുന്ന ഒരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അറേ വെച്ച് നോക്കുമ്പോൾ ഇത് 0, 1, 2, 3, 4, 5. ഓക്കെ, അപ്പൊ ഇത്രയുള്ള 6 സൈസുള്ള ഒരു ക്യൂ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റിൽ ഇൻസേർട്ട് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 എന്ന് പറയുന്ന എലമെന്റ് ഏത് പൊസിഷനിൽ വരുന്നു? 0th പൊസിഷനിൽ വരുന്നു. അപ്പൊ ഇപ്പോഴും നിൽക്കുന്നതിൽ ഫ്രണ്ടും ഇതാണ്, റെയറും ഇതാണ്. ഇതിന്റെ രണ്ടിന്റെയും കോമൺ പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്? 0 ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റില് ബിഗിനിങ്ങില് എന്തായി? നമ്മുടെ ഒരു എലമെന്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് എലമെന്റ് ഞാനിപ്പോ 20 എന്ന് പറയുന്നത് ഇൻസേർട്ട് ചെയ്താൽ ഓക്കെ, ഫ്രണ്ടിന്റെ വാല്യൂ 0യിൽ തന്നെ നിൽക്കും. പക്ഷെ റെയർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ഓക്കെ, റെയർ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും, റെയർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഫ്രണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും, റെയർ ഇൻക്രീസ് ചെയ്യും. വീണ്ടും ഞാൻ അടുത്ത എലമെന്റ് കൊടുത്തു 30. അപ്പൊ ഇവിടെ റെയർ എന്തായി മാറി? റെയർ എന്ന് പറയുന്നത് 2 ആയി മാറി. അപ്പൊ ഇതാണ് ഏത്? റെയർ വരുന്നത്. ഓക്കെ, അപ്പൊ വീണ്ടും ഫ്രണ്ട് മാറിയിട്ടില്ല. വീണ്ടും ഞാൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്തായി? ഇവിടെ 40 കൊടുത്തു. റെയർ എന്തായി? ഇതിനെയാണ് ഇപ്പൊ പോയിന്റ് ചെയ്യുന്നത്. ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 3 ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, റെയർ മാത്രം ഇൻക്രീസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ അടുത്ത ഇൻസേർഷൻ വന്നു, ഇവിടെ 50 ആയി. അപ്പൊ റെയർ എന്ന് പറയുന്നത് 4 ആയി. ഓക്കെ, അടുത്ത ഇൻസേർഷൻ ഇവിടെ 60 വന്നു, റെയർ എന്ന് പറയുന്നത് 5 ആയി അല്ലെ. ഇനി ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം നമ്മൾ അറേ സൈസ് ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. 6 ആയിട്ടാണ് നമ്മൾ അറേ സൈസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇനി ഇൻസേർഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതിന്റെ കണ്ടീഷൻ എന്താണ്? 6 ആണ് നമ്മൾ അറേ സൈസ് എങ്കിൽ. മാക്സിമം സൈസ് എന്ന് പറയുന്നത് 6 ആണെങ്കിൽ എന്താണ്? മാക്സ് സൈസ് -1 വരുന്ന സമയത്ത് ക്യൂ ഫുൾ ആണ്. പിന്നെ അവിടെ ഇൻസേർഷൻ പോസിബിൾ അല്ല. മനസ്സിലായല്ലോ? അതേ സമയത്ത് ഇവിടെ ഡിലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? ഡിലീഷൻ നമ്മൾ പറഞ്ഞു ഫ്രണ്ടിൽ നിന്ന് വേണം ഡിലീറ്റ് ചെയ്യാൻ അല്ലെ. ബാക്കിൽ നിന്ന് ഡിലീഷൻ ഇല്ല, ഫ്രണ്ടിൽ നിന്ന് വേണം ഡിലീറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്തായി? ഈ 10 എന്ന് പറയുന്ന എലമെന്റ് പോയി. അപ്പൊ ഇവിടെ ഫ്രണ്ട് എന്ന് പറയുന്നത് എന്തായി? 1 ആയി. ഓക്കെ, ഫ്രണ്ട് 1 ആയി. വീണ്ടും ഈ എലമെന്റിന് നമുക്ക് പിക്ക് ചെയ്ത് പ്രിന്റ് ചെയ്യാം അല്ലെ. പിക്ക് ചെയ്ത് പ്രിന്റ് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കാം? ഫ്രണ്ടിനെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, വീണ്ടും എന്താ ഇവിടെ ഒരു ഡിലീഷൻ കൂടെ നടക്കുകയാണെങ്കിൽ ആ എലമെന്റ് നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചു, ഫ്രണ്ടിനെ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, വീണ്ടും ഈ എലമെന്റിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചു, ഫ്രണ്ടിനെ ഇൻക്രീസ് ചെയ്തു. കണ്ടോ? അപ്പൊ ഇങ്ങനെ എല്ലാ എലമെന്റും ഞാൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഫ്രണ്ട് എവിടെ എന്തായിട്ട് വരണം? ഫ്രണ്ട് എന്ന് പറയുന്നത് എല്ലാ എലമെന്റും ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടും ഇതായി, റയറും ഇതായി. ഓക്കെ, അല്ലെ ഈ എലമെന്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഫ്രണ്ട് ഇൻക്രീസ് ചെയ്യും അല്ലെ. ഈ 60 എന്നുള്ള എലമെന്റ് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ, ഇത് ഡിലീറ്റ് ചെയ്തതിനു ശേഷം ഫ്രണ്ട് ഇൻക്രീസ് ചെയ്ത് എത്രയായി? 6 ആയി. അതായത് കണ്ടീഷൻ എന്താ? റയറിനേക്കാളും ഫ്രണ്ട് കൂടി അല്ലെ. അപ്പം എന്താണ്? ക്യൂ വീണ്ടും എം ടി ആയി. നമ്മൾ ബിഗിനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രണ്ടിനും റയറിനും ഒരു ഇനിഷ്യലൈസേഷൻ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് ഈക്വൽ ടു റയർ ഈക്വൽ ടു -1. ഓക്കെ, ഫ്രണ്ട് ഈക്വൽ ടു റയർ ഈക്വൽ ടു -1. അപ്പൊ ഒരു പ്രാവശ്യം ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഓക്കെ, രണ്ടും -1 ആണ് നിൽക്കുന്നതെങ്കിൽ രണ്ടിനെയും ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പ്രോസസ് എല്ലാം ചെയ്യാം. ഏറ്റവും ഒടുവിൽ എന്താണ്? ഫ്രണ്ട് എന്ന് പറയുന്ന റയറിനേക്കാളും ഇൻക്രീസ് ആയാൽ അല്ലെ, റയർ +1 ആയാൽ എന്താണ്? ക്യൂ എം ടി ആണ്. അതുപോലെ ഇനിഷ്യലൈസ് ചെയ്യുന്ന ഈ വാല്യൂ, അതായത് ഫ്രണ്ട് ഈക്വൽ ടു റയർ ഈക്വൽ ടു -1 വന്നാലും എന്താണ്? ക്യൂ എം ടി ആണ്. മനസ്സിലായില്ലേ? ഇതാണ് രണ്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇൻസേർഷന് പറയുന്നത് എൻ ക്യൂ എന്ന് പറയും. ഓക്കെ, എൻ ക്യൂ. അതുപോലെ ഡിലീഷന് പറയുന്നത് ഡി ക്യൂ. ഡിഇ ഉണ്ട് കേട്ടോ, ഡിഇ ഉണ്ട്. ഇത് ഓപ്പറേഷൻ ആണ്, രണ്ട് ഓപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്, ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ. ഇൻസേർഷന് നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്? എൻ ക്യൂ എന്നും ഇ എൻ. ഓക്കെ, ഇ എൻ ക്യൂ. അതുപോലെ ഡിലീഷന് പറയുന്നത് ഡി ക്യൂ. മനസ്സിലായോ? ഡി ക്യൂ എന്ന് പറയും. നമ്മൾ അല്ലാതെ ഡി ക്യൂ എന്ന് പറഞ്ഞ് വേറൊരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്, അതായത് ഡബിൾ എൻഡഡ് ക്യൂ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് പിന്നീട് പറയാം. പക്ഷെ ഇതെന്ന് പറയുന്നത് ഈ ക്യൂവിന്റെ ഓപ്പറേഷനിൽ വരുന്നതാണ് എൻ ക്യൂ ആൻഡ് ഡി ക്യൂ. ഓക്കെ, എൻ ക്യൂ എന്ന് പറയുമ്പോൾ ഇൻസേർഷനും ഡി ക്യൂ ഡിഇ ആണ്. ഡി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡിലീഷനുമാണ്. ഓക്കെ, മറ്റേ ഡബിൾ എൻഡഡ് ക്യൂ എന്ന് പറയുമ്പോൾ ഡിഇ വരില്ല, ഡി മാത്രം കൊടുത്തിട്ട് ക്യൂ എന്ന് കൊടുക്കുന്നതാണ് ഡബിൾ എൻഡഡ് ക്യൂ പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ഓപ്പറേഷനാണ് ഇവിടെ വരുന്നത്. ഏതൊക്കെയാണ്? ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ആണ്. ബിഗിനിങ്ങിൽ ക്യൂ എം ടി എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്? ക്യൂ എം ടി എന്ന് പറയുന്ന കണ്ടീഷൻ ഫ്രണ്ട് ഈക്വൽ ടു 1 റയർ ഈക്വൽ ടു 1 ഓർ എന്താണ്? ഫ്രണ്ട് ഈക്വൽ ടു റയർ +1. ഇത് രണ്ട് വന്നാലും എന്തായിരിക്കും? ക്യൂ എം ടി ആണ്. ഓക്കെ, അപ്പൊ ക്യൂ ഫുൾ ആണെങ്കിലോ? ക്യൂ ഫുൾ ആണെങ്കിൽ ഞാൻ ഇവിടെ 10, 20, 30, 40, 50, 60 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ പൊസിഷൻ ഇല്ല അല്ലെ, ക്യൂ ഫുൾ ആയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കണ്ടീഷൻ എന്താണ്? ക്യൂ ഫുൾ ആണെങ്കിൽ ഫ്രണ്ട് ഈക്വൽ ടു 0 റയർ ഈക്വൽ ടു മാക്സ് -1. ഇതാണ് എന്ത് പറയുന്നത്? ക്യൂ ഫുൾ കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, ഇതാണെങ്കിൽ ഫുള്ളും ഇതാണെങ്കിൽ എന്താണ്? എം ടിയുമാണ്. എം ടി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? എന്താ വരിക? പിന്നെ വേറെ കണ്ടീഷൻ നമ്മൾ എന്താ പറഞ്ഞ? ഫ്രണ്ട് ഇസ് ഈക്വൽ ടു റയർ +1. ഇത് രണ്ടും വരുന്നത് ക്യൂ എം ടി കണ്ടീഷന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഓർക്കേണ്ടത് ഒരു കാര്യമാണ്, രണ്ട് എൻഡ് ഉണ്ട്. ഫ്രണ്ട് എൻഡ് വഴി ഡിലീഷനും റയർ എൻഡ് വഴി ഇൻസേർഷനും നടക്കും. ഫസ്റ്റിൽ ബിഗിനിങ്ങിൽ നമ്മൾ രണ്ടിനെയും -1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ -1 ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ ക്യൂ എം ടി ആണ്. ഓക്കെ, അത് ഏറ്റവും ലാസ്റ്റിൽ വരുന്ന സമയത്ത് ഡിലീറ്റ് ചെയ്ത് ഈ ഫ്രണ്ട് എന്ന് പറയുന്ന റയറിനേക്കാളും 1 ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും എം ടി ആണ്. ഓക്കെ, അതുപോലെ ക്യൂ ഫുൾ കണ്ടീഷൻ പറയുന്നത് F is equal to 0 and R is equal to max -1. ഓക്കെ, ഇതാണ് ക്യൂ ഫുൾ കണ്ടീഷൻ വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ കോഡിങ് എങ്ങനെ വരുന്നത് നോക്കാം. ഇതാണ് ക്യൂ ഇൻസേർട്ടിന്റെ കോഡ് വരുന്നത്. അതായത് നമ്മൾ ഇവിടെ ഇൻസേർട്ട് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, അതില് ഐറ്റം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഈ റയർ ഈക്വൽ ടു മാക്സ് -1, റയർ ഈക്വൽ ടു മാക്സ് -1 ആണെങ്കിൽ ക്യൂ ഓവർഫ്ലോ ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് കണ്ടീഷൻ ബാക്കി ചെയ്യേണ്ട കാര്യമില്ല, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഫംഗ്ഷൻ ഇത് ഔട്ട് ആവും. അതല്ലെന്നുണ്ടെങ്കിൽ എൽസില് ഞാനിവിടെ പ്രിന്റ്എഫിന്റെ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല, അതറിയാലോ, സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് ബ്രാക്കറ്റ് ഇടാത്തത്. അതൊക്കെ നമ്മൾ സിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പൊ ഇവിടെ എൽസിൽ എന്താ വരുന്നത്? ഈ ഫ്രണ്ട് ഈക്വൽ ടു -1 ആണോ നോക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇത് എം ഡി ആണല്ലേ, ക്യൂ എം ഡി ആണ്. ക്യൂ എം ഡി ആണെങ്കിൽ എന്താ ചെയ്യേണ്ടേ? ഫ്രണ്ട് ഇസ് ഈക്വൽ ടു 0. ഈ കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ വരുന്നുള്ളൂ. ഞാൻ ഇവിടെ കേളി ബ്രാക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ബ്രാക്കറ്റിനകത്താണ് ഇത് വന്നേക്കുന്നത്, ഫ്രണ്ട് ഇസ് ഈക്വൽ ടു 0 ആക്കി. സപ്പോസ് അതല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പിന്നെ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, ഒറ്റ പ്രാവശ്യം നമ്മൾ ഫ്രണ്ട് ഇൻക്രീസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ക്യൂ എം ഡി ആണെങ്കിൽ മാത്രം ഫ്രണ്ടിനെ ഇൻക്രീസ് ചെയ്താൽ അല്ലെങ്കിൽ 0 ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇൻസേർഷനിൽ അത്രേന്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് ഇവിടെ എന്താ ചെയ്തത്? പ്രിന്റ് ഇൻസേർട്ട് എലമെന്റ് ഇൻ ക്യൂ പറഞ്ഞു. അതായത് ഇൻസേർട്ട് ചെയ്യേണ്ട എലമെന്റ് നമ്മൾ ഇവിടെ സ്കാൻഎഫ് യൂസ് ചെയ്ത് ഐറ്റം എന്ന് പറയുന്ന വേരിയബിൾ റീഡ് ചെയ്തു.
റീഡ് ചെയ്തതിനു ശേഷം എന്താ ചെയ്തത്? റയർ ഇസ് ഈക്വൽ ടു റയർ പ്ലസ് 1. ഓക്കെ, റയർ ഇസ് ഈക്വൽ ടു റയർ പ്ലസ് 1 പറയുമ്പോൾ എന്താ വരുന്നത്? റയറിനെ ഒന്ന് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, റയർ ഇൻക്രീസ് ചെയ്തതിന് ശേഷം ക്യൂ അറേ എന്ന് പറയുന്ന അറേക്കകത്തോട്ട് ഈ റയർ എന്ന് പറയുന്ന പൊസിഷനിലോട്ട് നമ്മൾ റീഡ് ചെയ്ത ഐറ്റത്തിനെ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഇൻസേർഷൻ അവിടെയായി. ഓക്കെ, നമ്മളിവിടെ ഫ്രണ്ട് എന്താണ്, ഫ്രണ്ട് -1 ആണെങ്കിൽ ഫ്രണ്ടിനെ ഇൻക്രീസ് ചെയ്തു. അതല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, വാല്യൂ റീഡ് ചെയ്തു, റയറിനെ ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് ആ റയർ എന്ന് പറയുന്ന പൊസിഷനിലോട്ട്, അറേയുടെ റയർ എന്ന് പറയുന്ന പൊസിഷനിലോട്ട് റീഡ് ചെയ്ത ഐറ്റത്തിനെ എന്ത് ചെയ്തു? അസൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, അതാണ് എന്ത് പറയുന്ന അറേ ഇൻസേർഷന്റെ കോഡിംഗ് വരുന്നത്. വളരെ സിമ്പിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഡിലീഷൻ എങ്ങനെ വരുന്നത് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ക്യൂവിന്റെ ഡിലീഷൻ. ഓക്കെ, ഡിലീഷൻ എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് പോകണ്ടേ? ഫ്രണ്ടിൽ നിന്ന് ഡാറ്റ മാറി മാറി പോകണം അല്ലേ? റയർ കോൺസ്റ്റന്റ് ആക്കി വെക്കുക, ഫ്രണ്ടിന് ഇൻക്രീസ് ചെയ്യും അല്ലെ? റയർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഫ്രണ്ടിനെ ഇൻക്രീസ് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം പിന്നെ അണ്ടർഫ്ലോ ആണോ നോക്കുക, എം ഡി ആണോ നോക്കുക അല്ലെ? എം ഡി ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ വരുന്നത്? ഫ്രണ്ട് ഇസ് ഈക്വൽ ടു ഡബിൾ ഈക്വൽ ടു കൊടുക്കണം ഇവിടെ. ഓക്കെ, ഫ്രണ്ട് ഇസ് ഈക്വൽ ടു എന്താണ്? -1 ആണോ എന്ന് ചെക്ക് ചെയ്തു. ഓക്കെ, ഡബിൾ ഈക്വൽ ടു -1 ഓർ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റയർ അല്ലെ? ഫ്രണ്ട് എന്ന് പറയുന്നത് റയറിനേക്കാളും ഗ്രേറ്റർ ആവാം അല്ലെ? ഈ രണ്ട് കണ്ടീഷൻ വരുന്നത്. ഒന്നുകിൽ ഫ്രണ്ട് -1 നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത അതേ വാല്യൂവിൽ തന്നെ നിൽക്കും. അതല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? ഡിലീറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് റയറിനേക്കാളും ഒന്ന് ഇൻക്രീസ് ചെയ്യും അല്ലെ? ആ സമയത്തും എന്താണ്? ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റയർ ആണെങ്കിലും എന്താണ്? ക്യൂ എന്താണ്? എം ഡി ആണ്. ഓക്കെ, അതാണെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എവിടെ വന്നു? അല്ലെങ്കിൽ എൽസിൽ വന്നിട്ട് എന്താ പറഞ്ഞേ? പ്രിന്റ്എഫ് ഡിലീറ്റഡ് എലമെന്റ് ഈസ്, ഇപ്പൊ ക്യൂവിന്റെ ഫ്രണ്ട് പൊസിഷനിലുള്ള എലമെന്റ്, അതായത് QARR ഓഫ് ബ്രാക്കറ്റിനകത്ത് എന്ത് കൊടുക്കണം? ഫ്രണ്ട് അല്ലെ? അപ്പൊ ഫ്രണ്ടിന്റെ വാല്യൂ പൊസിഷൻ ഏതാണോ ആ ഒരു പൊസിഷനിലുള്ള എലമെന്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കും? ഫ്രണ്ട് ഇസ് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1 കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഫ്രണ്ട് ഇസ് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1 കൊടുക്കുമ്പോൾ എന്തായി? ഫ്രണ്ട് ഒന്ന് ഇൻക്രീസ് ആയി അല്ലേ? അതായത് നമുക്ക് എപ്പോഴും ക്യൂവിന്റെ എലമെന്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എന്താണ്? ഫ്രണ്ട് ടു റയർ വരെയുള്ള എലമെന്റിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഒരു പ്രാവശ്യം നമ്മൾ ഫ്രണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് എലമെന്റ് പോയി അല്ലെ? ഫസ്റ്റ് എലമെന്റ് ക്യൂവിലില്ല. അപ്പൊ നമ്മൾ ഫ്രണ്ട് എന്ന് പറയുന്ന പൊസിഷൻ ഇപ്പൊ സപ്പോസ് ബിഗിനിങ്ങിൽ 0-ൽ നിൽക്കുവാണ് എങ്കിൽ എന്താണ്? ഇപ്പൊ ഫ്രണ്ട് എന്തായി? 1 ആയി. അപ്പൊ നമ്മൾ ഇനി ഡിസ്പ്ലേ ഫംഗ്ഷനകത്ത് എന്താ കൊടുക്കുക? ഫ്രണ്ടിന്റെ വാല്യൂ മുതൽ റയറിന്റെ വാല്യൂ വരെ ഉള്ള പൊസിഷനിലുള്ള എലമെന്റിനെയാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഡിസ്പ്ലേ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഫോർ I is equal to ഫ്രണ്ട് I less than എന്ത് കൊടുക്കുക? I less than equal to റയർ I plus plus പറഞ്ഞിട്ട് എന്താണ്? ഐയുടെ വാല്യൂ പ്രത്യേകിച്ച Q ഓഫ് ARR ഓഫ് I പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രണ്ട് ടു റയർ വരെയുള്ള എലമെന്റിനെ നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ സാധിക്കും. ക്യൂവിലുള്ള എലമെന്റ്സ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും. ഓക്കെ, അതെങ്ങനെ എനിക്ക് എന്റെ കോഡിംഗ് എഴുതുന്നത് നോക്കാം. നമ്മളിപ്പോ പൊസിഷൻ പറയുന്നത് എന്താണ്? ഫോർ I is equal to എന്ത് കൊടുക്കുക? ഫ്രണ്ട് I less than equal to കൊടുക്കണം. ഓക്കെ, I less than equal to റയർ I plus plus പറയാം. അതിനകത്ത് എന്ത് കൊടുക്കണം? പ്രിന്റ്എഫ് എന്താണ്? കോഴ്സിനകത്ത് ഒരു ന്യൂലിനൊക്കെ ഇടാം. ക്യൂവിലുള്ള പൊസിഷൻ വാല്യൂസിനെ പ്രത്യേകിപ്പിക്കാനല്ല, അപ്പൊ എല്ലാം ചേർന്ന് വരുന്ന നല്ല സ്പേസ് കൊടുക്കണം. സ്പേസ് കൊടുക്കണം. /t കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, /n-o /t-o കൊടുക്കാം. എന്നിട്ട് എന്താണ്? %d ഏതാണ് പ്രത്യേകിപ്പിക്കേണ്ടത്? QARR ഓഫ് I. ഓക്കെ, ഇത് നമ്മളൊരു ഫംഗ്ഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എന്താ? ഡിസ്പ്ലേ ഫംഗ്ഷൻ ആണ്. നമ്മളിവിടെ ഫ്രണ്ട് റയർ നമ്മൾ മെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ പ്രാവശ്യം അത് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്ത് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഇൻസേർട്ട് ഫംഗ്ഷനിൽ വരുന്ന ചേഞ്ചും ഡിലീറ്റ് ഫംഗ്ഷനിൽ വരുന്ന ചേഞ്ചും നമുക്ക് ഇവിടെ കിട്ടും, ഡിസ്പ്ലേ ഫംഗ്ഷനിലും കിട്ടും അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്ത? ഫ്രണ്ട് I is equal to ഫ്രണ്ട് I less than equal to റയർ I plus plus പറഞ്ഞിട്ട് പ്രിന്റ്എഫിനകത്ത് QARR ഓഫ് I പ്രത്യേകിച്ച് കഴിഞ്ഞാൽ അറേ ക്യൂവിനകത്തുള്ള അറേ തന്നെയാണ്. ഈ ക്യൂവിനകത്തുള്ള എലമെന്റ് ഫ്രണ്ട് ടു റയർ വരെയുള്ള എല്ലാ പൊസിഷനിലുള്ള എലമെന്റും എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്? ക്യൂ ഡിസ്പ്ലേ പറയുന്നത്. ഓക്കെ, നമ്മളിപ്പം 3 ഓപ്പറേഷൻ ഇവിടെ പറഞ്ഞു. എന്തൊക്കെയാണ്? ഇൻസേർഷനും ഡിലീഷനും പറഞ്ഞു. പിന്നെ എലമെന്റ്സ് ഡിസ്പ്ലേ ചെയ്ത് കാണണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ കൂടെ അതിനകത്ത് എഴുതും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്? ക്യൂവിന്റെ കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും തന്നെയാണ് വിചാരിക്കുന്നത്. ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോരുത്. എന്തായാലും ഡാറ്റാ സ്ട്രക്ചർ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ